अमृत काल में देश के गांव, देश के किसान के सामर्थ्य को बढ़ाने के लिए अब देश के कोऑपरेटिव सेक्टर की भूमिका बहुत बड़ी होने वाली है। सरकार और सहकार मिलकर विकसित भारत, आत्मनिर्भर भारत के संकल्प को डबल मजबूती देंगे। സഹകരണ മന്ത്രാലയം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ വ്യാപൃതരാണ്. കർഷകരെ സമൃദ്ധരാക്കുന്നതിന് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക്, അതായത് പാക്സിന് പുതിയ വരുമാന സ്രോതസ്സുകൾ നൽകി വരുന്നു. ഈ ദിശയിൽ മറ്റൊരു ചുവടുവയ്പ് നടത്തിക്കൊണ്ട് ഭാരത സർക്കാർ പാക്സിന് പ്രധാനമന്ത്രി ജന ഔഷധി കേന്ദ്രം തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി ശ്രീ അമിത് ഷായുടെ മാർഗനിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ മോഡൽ ബൈലോസ് പാക്സിനെ 25ലധികം ബിസിനസ്സുകൾ ചെയ്യാൻ പ്രാപ്തമാക്കി. पैक्स जन आरोग्य केंद्र मतलब सस्ती दवाई की दुकान भी पैक्स खोल पाएंगे, फर्टिलाइजर की शॉप भी पैक्स खोल पाएंगे, पीडीएस सिस्टम का हिस्सा भी पैक्स बनेंगे, पेट्रोल पंप भी खोल पाएंगे, गैस की एजेंसी भी पैक्स को मिलेगी. ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ 1800 ഇനം മരുന്നുകളും 285 മെഡിക്കൽ ഉപകരണങ്ങളും ലഭ്യമാണ്. ഇവയുടെ വില വിപണിയേക്കാൾ 50 മുതൽ 90% വരെ കുറവാണ്. പാക്സ് മുഖേന വില കുറഞ്ഞ ജനറിക് മരുന്നുകളുടെ ഈ സൗകര്യം ഇനി ഗ്രാമപ്രദേശങ്ങളിലും ലഭ്യമാകും. ഇതോടെ വില കൂടിയ ബ്രാൻഡഡ് മരുന്നുകൾ വാങ്ങണമെന്ന ഗതികേട് ഇല്ലാതാകും. നഗരത്തിലേക്കുള്ള യാത്രയിൽ ചെലവഴിക്കുന്ന സമയവും പണവും ലാഭിക്കുന്നത് വേറെയും. एक पंथ दो काज खाद लेने के लिए आएंगे, दवाई भी ले जाएंगे जो, और पैक्स को फायदा ये होगा, पैक्स को कमीशन मिलेगा उसको. പ്രധാനമന്ത്രി ജൻ ഔഷധി പദ്ധതിயின் കീഴിൽ ജൻ ഔഷധി കേന്ദ്രം നടത്തുന്ന പാക്സിന് 5 ലക്ഷം രൂപ വരെ പ്രോത്സാഹന തുക ലഭിക്കും. ഈ തുക പ്രതിമാസ വിൽപ്പനയുടെ 15% കമ്മീഷനായി നൽകും. ഇതിന്റെ പരമാവധി പരിധി പ്രതിമാസം 15,000 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. ഇത് സമിതികളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകുകയും ഗ്രാമങ്ങളിൽ അഭിവൃദ്ധി കൈവരിക്കുകയും ചെയ്യും. ജൻ ഔഷധി കേന്ദ്രം തുറക്കുന്നതിനായി പാക്സിന് ഡ്രഗ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ജൻ ഔഷധി പോർട്ടലിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഇതുവരെ 4200-ലധികം സമിതികൾ ഇതിനായി അപേക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ 2000-ലധികം പാക്സിന് പ്രാഥമികാനുമതി ലഭിച്ചതിനാൽ ജൻ ഔഷധി കേന്ദ്രം ഉടൻ ആരംഭിക്കാൻ പോകുകയാണ്. സഹകരണ മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളും സംസ്ഥാന സർക്കാരുകളുടെ സഹകരണവും കൊണ്ട് പാക്സും അവയുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് കർഷകരും ഇപ്പോൾ അഭിവൃദ്ധിയിലേക്ക് നീങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.